ഒരു സന്തോഷ വർത്തമാനം അറിയിക്കാനുണ്ട്. നമ്മുടെ നാട്ടിലൊരു കല്യാണം നടന്നു. പക്ഷേ കല്യാണം കഴിച്ച പെൺകുട്ടിക്ക് 19 വയസ്സും വരന് 31 വയസ്സുമാണ് പ്രായം. അവർക്കിടയിൽ 11 വയസ്സിൻ്റെ പ്രായവ്യത്യാസമുണ്ട്. അത് കേൾക്കുമ്പോൾ ചില ആളുകൾക്കെങ്കിലും ഷടാ അതിലെന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് പറയുന്നൊരു തോന്നലുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇത്രയും വലിയൊരു പ്രായവ്യത്യാസം വന്നു കഴിഞ്ഞാൽ അവർക്കിടയിൽ ഈ ജനറേഷൻ ഗ്യാപ്പ്, ഒരാൾ പറയുന്നത് മറ്റേ ആൾക്ക് മാനസികമായി ഉൾക്കൊള്ളാനുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ലേ? രണ്ട് ജനറേഷനിലുള്ള ആളുകളല്ലേ, അതിൻ്റേതായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ എന്നൊരു സംശയം തോന്നാം, ഉണ്ടായേക്കാം. രണ്ടുപേരും അവരവരുടെ ഹെൽത്ത് കണ്ടീഷൻസിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന അത്രയും പ്രായോഗികമായി ജീവിതത്തെ നോക്കിക്കാണുന്ന ഒരു ലെവലിലാണോ എന്നുള്ളൊരു സംശയം വന്നേക്കാം. ന്യായമായിട്ടുള്ള സംശയമാണ്. ഈ 19 വയസ്സുള്ള പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് തൻ്റെ പ്രിഫറൻസുകൾ എന്തൊക്കെയാണ്, തനിക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, അതുപോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർക്ക് അയാളുടെ ലൈഫിലെ പ്രിഫറൻസുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് ചർച്ച ചെയ്തൊരു തീരുമാനത്തിലേക്ക് എത്താൻ ആ പെൺകുട്ടി പ്രാപ്തയാണോ എന്നും ചോദിക്കാം. ആ ചോദ്യവും ന്യായമാണ്. ഒരു മനുഷ്യൻ പക്വമായ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പാകത്തിന് അവൻ്റെ തലച്ചോറിലെ പ്രീഫ്രണ്ടൽ കോർട്ടക്സിൻ്റെ വികാസം സംഭവിക്കുന്നത് ഏകദേശം 25 വയസ്സോടുകൂടിയാണ് എന്നൊക്കെയാണ് സയൻസ് പറയുന്നത്. ആ ഒരു പ്രായത്തിലേക്കൊക്കെ എത്തിയിട്ടില്ലാത്തൊരു കുട്ടി വളരെ പക്വമായി വിവേകപൂർണ്ണമായി ഒരു തീരുമാനം എടുക്കുമോ, അതിനവൾ പ്രാപ്തിയായിട്ടുണ്ടോ എന്നൊരു സംശയം തോന്നാം. ആ സംശയവും വളരെ വളരെ ന്യായമാണ്. 19 വയസ്സല്ലേ ഉള്ളൂ ആ കുട്ടിക്ക്. അവളൊന്ന് പഠിച്ച് നല്ലൊരു ജോലിയിലൊക്കെ കയറി ഫിനാൻഷ്യലി ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം വേണ്ടേ ഒരു വിവാഹ ജീവിതത്തിലേക്കൊക്കെ കടക്കാൻ. അങ്ങനെ വരുമ്പോഴല്ലേ ഭാവിയിൽ സ്വന്തം ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ അവൾക്ക് ഒറ്റയ്ക്ക് നേരിടാനൊക്കെ പറ്റുള്ളൂ. നല്ലൊരു പോയിന്റാണത്. ഈ പെൺകുട്ടി വീട്ടുകാരുടെ സമ്മതമില്ലാതെയാണ് വിവാഹം കഴിച്ചതെങ്കിൽ വീട്ടുകാരോ ഒപ്പമില്ല, ഇത്രയും പ്രായവ്യത്യാസമുണ്ട്, തിരിച്ചു ചെന്നാൽ ചിലപ്പോൾ വീട്ടുകാർ അടുപ്പിക്കില്ലാത്ത ഒരു സാഹചര്യമൊക്കെ ആണെങ്കിൽ ഈ കല്യാണം കഴിക്കുന്ന ആൾ അവളെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത ഇല്ലേ? അതും ഒരാശങ്ക തന്നെയാണ്. നമ്മൾ ഇനിയും ആലോചിച്ച് പോയാൽ ഇനിയും കുറേ ഇഷ്യൂസൊക്കെ നമുക്ക് ആലോചിച്ചെടുക്കാനുണ്ടാവും. ഇത്രയും ഇഷ്യൂസ് അവിടെ നിൽക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ വിവാഹം എന്ന് പറയുന്നത് 19 വയസ്സുള്ള ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസറിൻ്റെ ആണ്. ഏകദേശം 7.5 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള കണ്ടന്റ് ക്രിയേറ്റർ. ആ പെൺകുട്ടിയെ പുരോഗമന ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന വീഡിയോസൊക്കെയാണ് കൂടുതലും പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. 31 വയസ്സുള്ള സൈക്കോളജിസ്റ്റായ ഒരാളുമായി പ്രണയത്തിലാവുകയും വീട്ടുകാരുടെ സമ്മതമില്ലാതെ അയാളുമായി വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. ഈ പുരോഗമനപരമായ എന്ന് തോന്നിക്കുന്ന വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഞങ്ങളാണ് പുരോഗമന സംഘത്തിൻ്റെ കാവലാളുകൾ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ആ പെൺകുട്ടിയെ പുരോഗമന സംഘത്തിലേക്ക് സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. വിവാഹിതയായ പെൺകുട്ടി ദേവപ്രിയ വിവാഹത്തിന് ശേഷം അതിൻ്റെ ഒരു പോസ്റ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കമൻറ്റ് ബോക്സിലൊക്കെ കടുത്ത ആക്രമണങ്ങളാണ് നേരിടുന്നത്. ആക്രമണത്തിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കടക്കുന്നതിന് മുമ്പ് ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഇവിടെ ഒരു കർമ്മം നടന്നു, കല്യാണമാണ്. ഇവിടുത്തെ കർത്താവ് ദേവുവാണ്. ക്രിയ കല്യാണം കഴിക്കുക എന്നുള്ളതായിരുന്നു. ആ കഴിക്കൽ കഴിഞ്ഞു. ഇതിൽ ആരാണ് ദേവു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ആരെ കല്യാണം കഴിച്ചു എന്നുള്ള കാര്യവും നമ്മൾ സംസാരിച്ചു. എങ്ങനെ കല്യാണം കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ വരെ അത് വാർത്തയാക്കിയിട്ടുണ്ട്. അതിൻ്റെ കമൻറ്റ് ബോക്സിലേക്കൊക്കെ കിടക്കുന്ന സമയത്തെ നമ്മുടെ നാട്ടിൽ മലയാളികളെ മെയിനായിട്ട് നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന്, പുരോഗമന കാഴ്ചപ്പാടുകളൊന്നും സഹിക്കാൻ പറ്റാത്ത സദാചാരവാദികളായിട്ടുള്ള ആളുകളാണ്. നമുക്കൊരു സംസ്കാരമുണ്ട്, നമുക്കൊരു ശീലമുണ്ട്, നമ്മുടെ നാട്ടു നടപ്പ് ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് പറയുന്ന ആളുകളാണത്. രണ്ടാമത്തെ കൂട്ടർ അവർ സ്വയം ഞങ്ങളാണ് ഇവിടെ പുരോഗമനം കൊണ്ടുവന്നത്, ഞങ്ങളാണ് ഇവിടെ പുരോഗമനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. മൂന്നാമതൊരു വിഭാഗമുണ്ട്, പുരോഗമന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ലിവ് ആൻഡ് ലെറ്റ് ലിവ് എന്ന് പറയുന്ന കാര്യത്തിൽ വിശ്വസിക്കുന്ന, ബാക്കിയുള്ളവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു കയറി ഒന്നും ചെയ്യേണ്ടതില്ല, അഭിപ്രായം പറയേണ്ടതില്ല. ഇൻ കേസ് അവർ നമ്മുടെ സൊസൈറ്റിക്ക് ത്രട്ടാവുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ അത്രയും മോശമായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുമെങ്കിൽ മാത്രം നമ്മൾ ഇടപെട്ടാൽ മതി എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന, സമാധാനത്തോടെ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അവർ ഈ ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടാത്തിടത്തോളം അവരെക്കുറിച്ച് നമ്മളിപ്പോൾ സംസാരിക്കേണ്ടതില്ല. ആദ്യത്തെ 2 കാറ്റഗറികളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ 2 കൂട്ടരെയും ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യും, ഒരേ സമയം വളരെ നിരാശരാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ദേവപ്രിയയുടെ ഭാഗത്തു നിന്നുണ്ടായത്. 18 വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടി, കല്യാണപ്രായമായ കുട്ടി, എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് അയക്കുക എന്ന് പറയുന്ന സദാചാര ചിന്തകളുള്ള ആളുകൾ അവർ ഈ കാര്യത്തിൽ ഹാപ്പിയാണ്. 19 വയസ്സായപ്പോഴേക്കും അവൾ കല്യാണം കഴിഞ്ഞല്ലോ. പക്ഷേ ഇവരുടെ ഏറ്റവും വലിയ നിരാശകളുടെ എണ്ണമാണ് കൂടുതൽ. ഒന്ന്, മതവും ജാതിയും സാംസ്കാരിക നിലവാരവും, കുടുംബങ്ങൾ തമ്മിൽ ഒരുമിച്ച് പോകുമോ എന്നൊക്കെ കുടുംബങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ആലോചിച്ചെടുക്കാനുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള സ്പേസ് അവൾ കൊടുത്തിട്ടില്ല. 2, വീട്ടുകാരുടെ സമ്മതം വാങ്ങാതെ, അവരുടെ സമ്മതമില്ലാതെ അവൾ വിവാഹം കഴിച്ചിരിക്കുകയാണ്. ഏറ്റവും മിനിമം ജാതക പൊരുത്തമുണ്ടോയെന്നെങ്കിലും നമ്മൾ നോക്കണ്ടേ എന്നുള്ളതാണ് സദാചാര ടീമുകളുടെ പ്രശ്നം. ഇനി പുരോഗമനവാദികളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവൾക്ക് വേണ്ടുന്ന ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നു. ബാക്കിയുള്ളവരുടെയൊക്കെ എതിർപ്പുള്ള സമയത്തും എനിക്ക് ഇന്നയാളെയാണ് വിവാഹം കഴിക്കാൻ താല്പര്യം, ഞാനത് തീരുമാനിച്ചു എന്ന് പറഞ്ഞ് തീരുമാനമെടുക്കുകയും കല്യാണം കഴിക്കുകയും ചെയ്തു. അത് പുരോഗമനവാദികളെ സംബന്ധിച്ച് ആ പെൺകുട്ടി സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തത് പ്രാവർത്തികമാക്കിയല്ലോ എന്ന് തോന്നും. പക്ഷേ ഇവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് കൂടുതലുള്ളത്. ഒന്ന്, ഇവളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്.
സോഷ്യൽ മീഡിയയിൽ മുഴുവൻ പുരോഗമനപരമായ ആശയങ്ങളൊക്കെ പ്രചരിപ്പിച്ചിട്ട് സ്വന്തം ജീവിതത്തിൽ എന്തുകൊണ്ട് ഇവളിത് പ്രാവർത്തികമാക്കിയില്ല? ഈ 19 വയസ്സിലൊന്നും പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, 11 വയസ്സിൻ്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒന്നും പ്രോപ്പർ ആയിരിക്കില്ല, ഇത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട്. 3, എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. 19 വയസ്സുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഒരു പെൺകുട്ടി ഒരു കല്യാണം കഴിക്കുക വഴി ഈ സമൂഹത്തിന് എന്ത് തെറ്റായിട്ടുള്ളൊരു സന്ദേശമാണ് കൊടുക്കുന്നത് എന്നുള്ളതും അവരെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ 2 കൂട്ടർക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന എലമെൻറ്റുകൾ ഉണ്ടെങ്കിലും 2 കൂട്ടരെയും കൂടുതൽ വെറുപ്പിക്കുന്ന കാര്യങ്ങളാണ് ദേവപ്രിയ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഈ 2 കൂട്ടരും സോഷ്യൽ മീഡിയയിൽ ദേവപ്രിയയെ വളരെ മോശമായി തന്നെയാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നോൺ പുരോഗമനവാദികൾ അല്ലെങ്കിൽ സദാചാരവാദികൾ, അവരുടെ ആക്രമണങ്ങളൊക്കെ ഭയങ്കര രസമാണ്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടതാണ് ഇൻസ്റ്റാഗ്രാമിൽ, അത് ക്യൂവിൻ്റെ ഏഷ്യാനെറ്റിൻ്റെ എന്തോ ഒരു പോസ്റ്റാണ്. അപ്പോൾ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു, 20-ാം വയസ്സിലോ 22-ാം വയസ്സിലോ. അതിൻ്റെ താഴത്തൊരു കമൻറ്റ്, നീ നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നങ്ങൾ ഇല്ലാണ്ടാക്കിയിട്ടാണ് ആത്മഹത്യ ചെയ്തത്. ആരോടെ പറയണ്? ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയോട്. നീ ഇതിന് അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്ത ആൾക്കാരെ ഞാൻ കണ്ടു. ആരോടോ? അങ്ങനെ മൊത്തത്തിൽ ഈ സദാചാര പുരോഗമന വിരുദ്ധ ആളുകൾ അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ദേവപ്രിയയുടെ കാര്യത്തിലാണെങ്കിൽ വീട്ടുകാരുടെ മനസ്സ് വിഷമിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നീ ഇതിന് അനുഭവിക്കും, അച്ഛൻ്റെയും അമ്മയുടെയും ശാപം ജീവിതകാലം മുഴുവൻ ഉന്നെ സുമ്മാ വിടാതെ എന്ന് പറയുന്ന ശാപവാക്കുകൾ, പിന്നെ ഇടയിൽ കൂടി ഉപദേശം, കളിയാക്കലുകൾ, ഇതൊക്കെയാണ് അവർക്ക് ചെയ്യാൻ അറിയാവുന്നത്. അവരതുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇതിനകത്തൊരു ഡിഫറൻറ്റ് പരിപാടി എന്ന് പറയുന്നത് പുരോഗമനവാദികൾ എന്ന് സ്വയം കരുതുന്ന ആളുകളുടെ കമൻറ്റുകളും അവരുടെ റിയാക്ഷനും ഒക്കെയാണ്. ഇത്രയും പ്രഡിക്റ്റബിളായ കമൻറ്റുകളൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സദാചാരവാദികളെ നമ്മളിനി മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല. അവരായി അവരുടെ യൂണിവേഴ്സായി അവരിതൊക്കെ തന്നെ പറയുള്ളൂ. പക്ഷേ പുരോഗമനവാദികളെന്ന് സ്വയം വിചാരിക്കുന്ന ആളുകൾ അവർ പോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ആക്രമണത്തിന് അഴിച്ചുവിടുന്ന ചില ഡയലോഗുകളാണ് ഈ വീഡിയോ തന്നെ ചെയ്യാനുള്ളൊരു കാരണമായിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ തരം ആശങ്കകൾ ഉണ്ടാവാം. വീഡിയോ തുടങ്ങുന്ന സമയത്ത് തന്നെ പല ആളുകൾക്കും ഇങ്ങനൊരു വിവാഹ വാർത്ത കേൾക്കുമ്പോൾ ഉള്ളിലുണ്ടാവാൻ സാധ്യതയുള്ള ആശങ്കകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ആശങ്കകളൊക്കെ നമുക്ക് തോന്നാം സ്വാഭാവികമായിട്ടുള്ളതാണ്. പക്ഷേ ഈ ആശങ്കകളുടെ ഉദ്ദേശം എന്താണ്? ആ പെൺകുട്ടി ഭാവിയിൽ അവൾക്കൊരു പ്രശ്നം വന്നാലും അവൾ സേഫ് ആയിട്ടിരിക്കണം, അവളുടെ ജീവിതം നന്നായി പോകണം എന്ന ഒരു എൻഡ് റിസൾട്ടിന് വേണ്ടി നമുക്കൊരു ആശങ്ക ഉണ്ടാകുമ്പോൾ അതൊരു പോസിറ്റീവ് ആശങ്കയാണ്. നമുക്കും നമ്മുടെ ചുറ്റുമുള്ള മറ്റു കുട്ടികൾക്കും ഇനി വളർന്നു വരുന്ന തലമുറയ്ക്കുമൊക്കെ നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടാവാൻ വേണ്ടി നമ്മൾ മുന്നോട്ടെടുത്തു വെക്കുന്ന ആശങ്കകളാണ്. പക്ഷേ ദേവപ്രിയയുടെ കമൻറ്റ് ബോക്സിൽ വന്നിരുന്ന സോക്കോൾഡ് പുരോഗമനവാദികളുടെ ഈ ആശങ്കകൾ എന്ന് പറയുന്നത് അവളെ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു. അതായത് ആശങ്കകളൊക്കെ എടുത്ത് മുന്നോട്ട് വെച്ചു, എന്നിട്ട് നീയൊക്കെ അനുഭവിക്കും, നീയൊക്കെ കുറേ കഴിയുമ്പോൾ ഇങ്ങനെയാവും അങ്ങനെയാവും, ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ആ ഒരു ടോണിൽ ആ കുട്ടിയെ ഏറ്റവും മോശം മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ കമൻറ്റുകളുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. ദേവപ്രിയ ഇൻസ്റ്റഗ്രാമിലൊരു എക്സ്പ്ലനേഷൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എക്സ്പ്ലനേഷനെതിരെ കടുത്ത ആക്രമണം ഉണ്ടായി. അവസാനം എക്സ്പ്ലനേഷനും ഹൈഡ് ചെയ്ത് പ്രൊഫൈലും ഹൈഡ് ചെയ്ത് ഇപ്പോൾ ഒളിവി പോകേണ്ടതുപോലത്തെ ഒരു സാഹചര്യത്തിലേക്ക് ആ പെൺകുട്ടിയെ കൊണ്ടെത്തിച്ചത് ഈ സോക്കോൾഡ് പുരോഗമനവാദികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പുരോഗമന ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവരെ നമുക്ക് 2ആയി തരംതിരിക്കാം. അതിൽ ഈ ആക്രമിക്കുന്ന ആൾക്കാർക്കൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പുരോഗമന ആശയങ്ങളെക്കുറിച്ച് ഒരല്പം സംസാരിക്കാം. നമ്മളൊരു പുരോഗമന സമൂഹത്തിലാണോ, പുരോഗമന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിലാണോ ജീവിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം, എല്ലാവരുടെയും ജീവിത നിലവാരം, മാനസികമായും ശാരീരികമായും എല്ലാവരുടെയും ജീവിത നിലവാരം ഉയരുന്നൊരു രീതിയിലുള്ള ആശയങ്ങളും പ്രവർത്തികളുമാണോ നമ്മുടെ ഭാഗത്തുനിന്നും ചുറ്റുമുള്ളവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത് എന്നൊന്ന് സ്വയം ചിന്തിക്കണം. നീതി, സ്വാതന്ത്ര്യം, സമത്വം, മാനവിക മൂല്യങ്ങൾ ഇവയൊക്കെ നമ്മൾ ഈ ജീവിക്കുന്ന സമൂഹത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഈ 2 ചോദ്യങ്ങളെ നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തി നോക്കിയാൽ, സ്വയം ചോദിച്ചു നോക്കിയാൽ, അങ്ങനെ ഒരു സമൂഹത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? അത്തരം ആശയങ്ങളാണോ നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? ദേവപ്രിയയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ദേവപ്രിയ ഒരു എക്സ്പ്ലനേഷൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എക്സ്പ്ലനേഷനിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ, ഒന്ന്, അവളുടെ പഠിത്തവും കരിയറും മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ആ കുട്ടിയുടെ തീരുമാനം എന്ന് ആ പോസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ആശങ്ക, അവളുടെ പഠിത്തം എന്താവും, കരിയർ എന്താവും, അവൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുമോ, അവളുടെ ജീവിതം മുന്നോട്ട് എങ്ങനെ പോകും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരം ആശങ്കകൾക്കുള്ള മറുപടി ഓൾറെഡി അവിടെ വന്നു കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഞാനിതെൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എടുത്ത തീരുമാനമാണ്, എനിക്ക് മറ്റാരുടെയും ഭാഗത്തുനിന്ന് ഒരു പ്രഷർ ഉണ്ടായിട്ടില്ല, തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ചതാണ്, പറഞ്ഞു പറ്റിച്ചതാണ് എന്നൊക്കെ പറയുന്ന ആരോപണങ്ങൾക്ക് അവിടെ സ്ഥാനമില്ലാതാവുകയാണ്. മൂന്നാമത്തെ കാര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് എൻ്റെ വീട്ടിൽ നിലവിലെ സാഹചര്യത്തിൽ തുടരാൻ ബുദ്ധിമുട്ടുണ്ട്, അതിനെനിക്ക് പേഴ്സണലായിട്ടുള്ള കാരണങ്ങളുണ്ട്, അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൂടി ഈ തീരുമാനത്തിന് കാരണമാണെന്നാണ്.
അവളുടെ വീട്ടിൽ അവൾക്ക് തുടരാൻ പറ്റാത്ത പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും അവൾക്ക് തുടരാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യം എത്തുമ്പോൾ പ്രായപൂർത്തിയായിട്ടുള്ള ഒരു ഇന്ത്യൻ പൗരയ്ക്ക് എടുക്കാൻ പറ്റുന്ന തീരുമാനമാണ് അവൾ എടുത്തിട്ടുള്ളത്. അത് അവൾ പറയാത്തിടത്തോളം നമ്മളത് കുത്തി ചോദിച്ചു, അത് പറഞ്ഞു കഴിഞ്ഞാലേ നിന്നെ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ എന്നൊന്നും പറയാൻ പോകേണ്ട യാതൊരു ആവശ്യമില്ല. അത് അവളുടെ ജീവിതമാണ്. അതെങ്ങനെ ഫേസ് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള നിയമം അനുവദിക്കുന്ന ഒരു പ്രായത്തിലേക്ക് അവൾ എത്തിക്കഴിഞ്ഞു. ഇനിയും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ആശങ്കകൾ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. അതിനെ നമുക്ക് തുടർന്ന് അഡ്രസ്സ് ചെയ്യാം. പക്ഷേ ഈ പറയുന്ന 3 പോയിൻറ്റ്സ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട് നമ്മുടെ നാട്ടിൽ. 18 വയസ്സ് പൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് അവൾക്ക് ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ അവൾ വിനിയോഗിക്കുകയാണ്. ഇനി 19 വയസ്സുള്ളൊരു പെൺകുട്ടി, 19 വയസ്സുള്ളൊരു പെൺകുട്ടി എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ. 19 വയസ്സുള്ളൊരു പെൺകുട്ടിക്ക് താങ്ങാനാവുന്ന സോഷ്യൽ പ്രഷർ അത് എത്രത്തോളം ആയിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു എക്സ്പ്ലനേഷൻ പോലും തൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആക്രമണമാണ് അവളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരാളുടെ ഫ്യൂച്ചർ സേഫ് ആക്കുക, അല്ലെങ്കിൽ അവർ നന്നായിരിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഇന്ന് നമ്മൾ കൊടുക്കേണ്ടത് ശാപവും ആക്രമണവും അല്ല. നിങ്ങൾ ഇനി ഉദ്ദേശിക്കുന്നത് കുറച്ച് ഉപദേശം കൊടുത്ത് നന്നാക്കാനാണെങ്കിൽ അതിനിനിയും സമയമുണ്ട്. ഒന്നെങ്കിൽ ഈ കർമ്മം അവൾ ചെയ്യുന്നതിന് മുൻപേ തന്നെ അവളെ പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു. ഇതിപ്പോൾ അവളൊരു തീരുമാനമെടുത്തു, ഒരു സ്റ്റെപ്പ് മുന്നോട്ടെടുത്ത് വെച്ചു. പക്ഷേ ഈ മുന്നോട്ടെടുത്ത് വെച്ച സ്റ്റെപ്പിൽ അവൾക്ക് എപ്പോഴെങ്കിലും പിന്നോട്ടെടുത്ത് വെക്കാനോ ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ടെടുത്ത് വെക്കാനോ തോന്നുമ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു ഫീല്, ഒരു സെൻസ് ഓഫ് പ്രൊട്ടക്ഷൻ അത് കൊടുക്കുക എന്നുള്ളതല്ലേ നമ്മുടെ ഉത്തരവാദിത്തം. ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് 19 വയസ്സുള്ള പെൺകുട്ടിയെ കല്യാണം കഴിച്ച 31 വയസ്സുള്ള സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള വരൻ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥയെ പരിഗണിക്കുന്നില്ല എന്ന്, അല്ലെങ്കിൽ അവൾക്ക് മാനസികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ല എന്ന് ഈ ആക്രമണം അഴിച്ചുവിടുന്ന എത്ര പേർ അത് ചിന്തിക്കുന്നുണ്ട്? ആ 19 വയസ്സുള്ള പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എത്ര മോശം ലെവലിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഈ കമൻ്റ് ഇടുന്നതിന് മുമ്പ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ചിന്തിച്ചോ? ഒരുമിച്ച് നിൽക്കേണ്ട, തോള് കൊടുക്കേണ്ട, സപ്പോർട്ട് കൊടുക്കേണ്ട ആളുകളൊക്കെ വട്ടം കൂടിയെന്ന് ആക്രമിക്കുകയാണ്. ഈ സദാചാരവാദികളും പുരോഗമനവാദികളും ഒക്കെ പറയുന്ന ഒരു വലിയ കമൻറ്റ് ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് നീ മീറ്റ് ചെയ്തില്ല എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി നമ്മൾ മറ്റാരുടെയും എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത്. എൻ്റെ പ്രവർത്തികൾ എൻ്റെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാൻ, എൻ്റെ മെൻ്റൽ പീസിനൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ പുരോഗമനം പറയുന്ന ആളുകൾ പോലും വന്നിട്ട് നീ ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ജീവിക്കുന്നില്ല, നിൻ്റെ തീരുമാനങ്ങൾ ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ഉയരുന്നില്ല എന്ന് പറയുന്നത് എന്തൊരു പരാജയമാണ്. പണ്ടൊക്കെ ഒരു മനുഷ്യൻ കല്യാണം കഴിക്കുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് അവർ വിലപിക്കുകയാണെങ്കിൽ നീ അച്ഛൻ്റെയും അമ്മയുടെയും എക്സ്പെക്റ്റേഷൻസ് നോക്കണമായിരുന്നു എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരില്ലേ, അതേ ആൾക്കാർ പുരോഗമനം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിൻ്റെ ജോലി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊഴിഞ്ഞും കഴിഞ്ഞും പോയ തലമുറയും ഇന്ന് ഈ കമൻറ്റ് ബോക്സിൽ പൊങ്കാലിട്ട് നടക്കുന്ന ആൾക്കാരും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഈ രണ്ട് കൂട്ടരും, സദാചാരവാദികളും പുരോഗമനവാദികളും ഒക്കെ ചെയ്യുന്നത് സദാചാര പരിപാടി തന്നെയാണ്. ഈ രണ്ട് കൂട്ടരും ആ പെൺകുട്ടിയെ കൺട്രോൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അവളുടെ തീരുമാനങ്ങൾ, അവളുടെ ജീവിക്കാനുള്ള അവകാശത്തെ, ഇതിനൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് അവളെ കൈപ്പിടിക്കുള്ളിൽ നിർത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. അവളുടെ തീരുമാനങ്ങൾ ഞാൻ ചിന്തിക്കുന്നത് പോലെ ആകണമായിരുന്നു എന്ന് ആക്രോശി കമൻറ്റ് ബോക്സിൽ കയറി ഇറങ്ങുന്ന ആൾക്കാരൊക്കെ അവരൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടത് സ്വന്തം ജീവിതത്തിലെ തീരുമാനങ്ങളെക്കുറിച്ചാണ്. നമ്മളൊക്കെ നമ്മുടെ 18 വയസ്സിൽ, 19 വയസ്സിൽ, ചിലപ്പോൾ 20-ലോ 25-ലോ എടുത്തിട്ടുള്ള എത്രയോ തീരുമാനങ്ങൾ പിന്നീട് ആലോചിച്ച് നോക്കുമ്പോൾ ഭയങ്കര ബോറ് തീരുമാനങ്ങളായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടാകും. ഞാൻ ഒരുപാട് പേര് പറയണ കേട്ടിട്ടുണ്ട്. ഞാനും എൻ്റെ ലൈഫിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, അന്ന് ഞാനങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഭയങ്കര മോശമായിപ്പോയി എന്ന് ചിന്തിക്കുകയും ചില തീരുമാനങ്ങൾ മാറ്റിയെടുക്കാൻ സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ തീരുമാനങ്ങൾ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളും ചിലപ്പോൾ ലൈഫിൽ ഈ കമൻറ്റ് ബോക്സിൽ കയറുന്ന ആളുകളും നിങ്ങളും ചിലപ്പോൾ പല തീരുമാനങ്ങളും ജീവിതത്തിലൊരു ഘട്ടത്തിൽ എടുക്കുകയും അത് തെറ്റായി പോയി എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആക്കണമായിരുന്നു എന്ന് തോന്നുമ്പോൾ അത് മാറ്റിയെടുക്കുന്ന ആളുകളാണ്. പക്ഷെ അങ്ങനെ മാറ്റിയെടുക്കാനൊക്കെ നമുക്ക് പറ്റിയിട്ടുള്ളത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ മിസ്റ്റേക്കിനെ അഡ്മിറ്റ് ചെയ്യാനും ആ മിസ്റ്റേക്സ് ഭാവിയിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കാനും ഒക്കെ നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു കാര്യം, നമ്മളാരും തീരുമാനങ്ങളുടെ പേരിൽ ഇമാതിരി സൈബർ അറ്റാക്കൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. അതായത് സ്വന്തമായൊരു തീരുമാനമെടുക്കാനും അതിനുശേഷം ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ തീരുമാനം തെറ്റായിരുന്നു എന്ന് റിയലൈസ് ചെയ്ത് തെറ്റ് തിരുത്താനുമുള്ളൊരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു. അതിനെ നോക്കിക്കണ്ട് സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കാൻ കാത്തുകെട്ടിയിരിക്കുന്ന ഒരാൾക്കൂട്ടം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആക്രമിക്കുന്ന ഒരാൾക്കൂട്ടം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊന്നും ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കില്ലായിരുന്നു. കാരണം നമ്മൾ ലൈഫിൽ എടുക്കുന്ന ആദ്യത്തെ തെറ്റായ തീരുമാനം, അല്ലെങ്കിൽ തെറ്റെന്ന് ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക് തോന്നുന്ന ഏതെങ്കിലും ഒരു തീരുമാനത്തിന് തന്നെ നമ്മളൊരു കടുത്ത ആക്രമണം നേരിടുന്നു. അത് തെറ്റായെന്ന് തോന്നി തിരുത്താനാണെങ്കിലും പുതിയൊരു തീരുമാനം എടുക്കാനാണെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കും, എല്ലാവരും കൂടി ആക്രമിക്കാൻ വരുമല്ലോ, ഞാനൊന്നും ചെയ്യണ്ട, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ മുന്നോട്ട് പോവുകയുള്ളൂ. അവളുടെ സ്വന്തം തീരുമാനമാണ്, അവളുടെ സ്വന്തം ജീവിതത്തെ മാത്രം ബാധിക്കുന്ന ഒരു തീരുമാനമാണ് അവൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 19 വയസ്സായ എല്ലാവരും കല്യാണം കഴിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് ദേവപ്രിയ പറയുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന
പുരോഗമനവാദ ചിന്തകളും ഒക്കെ ആയിട്ട് ചെന്ന് 19 വയസ്സൊന്നും ഒരു പെൺകുട്ടിക്കോ ഒരു ആൺകുട്ടിക്കോ ആർക്കും കല്യാണം കഴിക്കേണ്ട ഒരു പ്രായമൊന്നുമല്ല. നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. സ്വന്തം തീരുമാനങ്ങൾ, സ്വന്തം ചിന്തകൾ, അതിലൊക്കെ ഒരു ഉറപ്പ് വരേണ്ട ഒരു പ്രായം വരെ നമ്മൾ ജീവിതത്തിൽ അനുഭവങ്ങൾ സമ്പാദിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ പറയുന്നൊരു കാര്യം പറഞ്ഞു കൊടുക്കാം. ഇവിടെ അവൾ ആർക്ക് നേരെയും തൻ്റെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ല. ഇറ്റ്സ് ഹർ പ്രൈവറ്റ് ഡിസിഷൻ, അല്ലെങ്കിൽ അവളുടെ പ്രൈവറ്റ് കാര്യമാണത്. അതിലെ ഒരു കുഞ്ഞു കാര്യം, ഒരു റീല്, ഞാൻ കല്യാണം കഴിച്ചു എന്ന് പറയുന്നൊരു സന്തോഷം മാത്രമാണ് അവൾ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ആരോപണമായി ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. ഗ്രൂമിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം അതിവിടെ സംഭവിച്ചിട്ടില്ലേ എന്നുള്ളതാണ്. അതായത് ഇവിടെ വരനായിട്ടുള്ള ആൾ 31 വയസ്സുള്ള ആളാണ്. ഗ്രൂമിംഗ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് അത് ഒരു പക്ഷേ ഒരു കുട്ടിയെയോ അതല്ലെങ്കിൽ പ്രായപൂർത്തിയായിട്ടുള്ള പക്ഷേ വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അവരെ സെക്ഷലി ദുരുപയോഗം ചെയ്യാനോ ഒരു പക്ഷേ മനുഷ്യക്കടത്തിന് വരെ ഉപയോഗിക്കുന്ന അത്രയും ക്രൂരമായി മാനിപ്പുലേറ്റ് ചെയ്ത് തൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഗ്രൂമിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ പ്രിഡേറ്ററി അല്ലെങ്കിൽ മനുഷ്യക്കടത്ത് തുടങ്ങിയിട്ടുള്ള ആ വാക്കുകളിലേക്കൊക്കെ പോകുന്നതിന് പകരം, കാരണം നമുക്ക് തെളിവുകളൊന്നുമില്ലാതെ ഒരു മനുഷ്യൻ്റെ മേൽ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ ഇത്തരം വളരെ ക്രൂരമായ ഗുരുതരമായ പേരുകൾ ചേർത്ത് വെക്കുന്നതിനോട് ഇപ്പോൾ നമുക്ക് യോജിപ്പില്ലാത്തതുകൊണ്ടാണ് 29 വയസ്സുള്ള സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു പുരുഷൻ 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാവുന്ന ഒരു സമയത്ത് അവിടെ മാനിപ്പുലേഷൻ്റെ സാധ്യതകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്ന് പൂർണ്ണമായി നമുക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല ഓൾറെഡി ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആൾ എന്ന് പറയുമ്പോൾ അയാൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയും ഉണ്ടാവാം. അപ്പോൾ ഈ പറയുന്ന ഗ്രൂമിംഗ് പോലെ ഒരു വേർഡ് ചേർത്ത് വെക്കാൻ മാത്രം നമ്മൾ സംശയിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ ദേവപ്രിയ പറയുന്നത് ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഈ പറയുന്നൊരു പ്രശ്നത്തെ അദ്ദേഹം മുൻപേ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മുഴുവൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടും ഇതെൻ്റെ തീരുമാനമായിരുന്നു, ഈ തീരുമാനവുമായി ഞാൻ മുന്നോട്ട് പോവുകയായിരുന്നു എന്ന് ദേവപ്രിയ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഇതിൻ്റെ അകത്ത് കയറിയിരുന്ന അഭിപ്രായം പറയാനുള്ള സ്പേസ് ഇല്ല. പക്ഷെ അപ്പോൾ പോലും നമുക്ക് ആശങ്കകളുണ്ടാവും. ഞാനിപ്പോൾ എൻ്റെ 35-ാം വയസ്സിൽ നിൽക്കുന്ന ആളാണ്. എൻ്റെ 19-ാമത്തെ വയസ്സിൽ ഞാൻ എടുത്തിട്ടുള്ള പല അബദ്ധങ്ങളുമുണ്ട്. അബദ്ധങ്ങളൊക്കെ ഒരു ട്രെയിൻ പോലെ സീരീസ് പോലെ നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുകയാണ്. പക്ഷേ എൻ്റെ ഈ 35-ാം വയസ്സിൽ നിന്ന് ഞാൻ ടൈം ട്രാവൽ ചെയ്ത് 19 വയസ്സുള്ള എന്നോട് എടാ ആ തീരുമാനം ഇപ്പോൾ എടുക്കരുത്, നീ ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ആ 19-ൽ നിൽക്കുന്ന ഞാൻ ചിലപ്പോൾ അത് കേട്ടു എന്ന് വരില്ല, ചിലപ്പോൾ കേട്ടേക്കാം. ഞാൻ എൻ്റെ സൈക്കോളജിസ്റ്റിനടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള പല തെറ്റുകളെയും കുറിച്ച് സംസാരിച്ചു. ഞാൻ ആ പ്രായത്തിൽ അത് ചെയ്യേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് സൈക്കോളജിസ്റ്റ് പറഞ്ഞത്, എടോ നമ്മളൊക്കെ ഒരു ജേണിയിലാണ്. ആ പ്രായത്തിലുള്ള തനിക്ക് അതേ ചെയ്യാൻ പറ്റുള്ളായിരുന്നു, അല്ലെങ്കിൽ അത് ചെയ്യാനേ അയാൾ ട്രെയിൻഡ് ആയിരുന്നുള്ളൂ. അതിൻ്റെ പേരിൽ ഇന്ന് അയാളെ കുറ്റം പറയരുത്. ആ ഉണ്ണി ഒരു പാവമായിരുന്നു. ആ 19 വയസ്സുകാരന് അത്രയും അറിവുണ്ടായിരുന്നുള്ളൂ, അവനൊരു പാവമായിരുന്നു, അവനത് ചെയ്തു പോയി. അതിൻ്റെ പേരിൽ ജീവിതത്തിലുടനീളം ഒരു തെറ്റ് ചെയ്തു എന്നുള്ള ഒരു തോന്നലുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നത് ഭയങ്കര കഷ്ടമാണ്. ഒരു പക്ഷേ ദേവപ്രിയയ്ക്കും കുറച്ച് കഴിയുമ്പോൾ അവളെടുത്ത തീരുമാനം ഒരു തെറ്റായി തോന്നിയേക്കാം. പക്ഷേ അപ്പോൾ ഒരു പുരോഗമന സമൂഹം എങ്ങനെയാണ് അതിനോട് ചേർന്ന് നിൽക്കേണ്ടത്? ഒരു പക്ഷേ അവൾ ഇന്ന് വിവാഹം കഴിച്ചു, ഈ തീരുമാനം അവൾക്ക് തെറ്റായി തോന്നുകയോ അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കണമെന്ന് തോന്നുകയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം ഒരു തീരുമാനം എടുത്തു, അതിന് നാട്ടുകാർ മുഴുവൻ എന്നെ കുറ്റം പറഞ്ഞു, ഞാൻ ഇനി ഈ തീരുമാനം മാറ്റിയാൽ അതിൻ്റെ പേരിൽ ഞാൻ ചീത്തപ്പേര് കേൾക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അവൾ എടുത്തൊരു തെറ്റായ തീരുമാനത്തിൻ്റെ തടവറയിൽ അവൾ കിടക്കേണ്ടി വന്നാൽ അതിൻ്റെ കുറ്റം ഈ സമൂഹത്തിന് കൂടിയാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പറയുന്ന പ്രായവും പക്വതയുമുള്ള ആളുകൾ, എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അവളോട് പറയേണ്ടത്, കുഞ്ഞെ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നീ ഒരു തീരുമാനമെടുത്തു, നിനക്കിന്നത് ശരിയായി തോന്നുന്നു, പക്ഷേ നാളെ ഈ തീരുമാനം തെറ്റാണെന്ന് തോന്നിയാൽ, ഇത് കുറച്ചുകൂടി ബെറ്റർ ആക്കണം എന്ന് തോന്നിയാൽ അതിന് നീ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ആരും നിന്നെ ജഡ്ജ് ചെയ്യില്ല. നിന്നെ ജഡ്ജ് ചെയ്യുന്നവരെ നീ നോക്കുകയും വേണ്ട. നിൻ്റെ ജീവിതത്തിലെ നല്ല തീരുമാനങ്ങളെന്ന് നിനക്ക് തോന്നുന്ന കാര്യങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങൾ ഒപ്പമുണ്ടാകും. ഈ തീരുമാനം തെറ്റാണെന്ന് നിനക്ക് എപ്പോൾ തോന്നുന്നു, അതിന് നിനക്ക് എന്ത് സപ്പോർട്ടാണോ ആവശ്യമുള്ളത് ഒരു സമൂഹം എന്ന നിലയിൽ അത് നിനക്ക് തന്നുകൊണ്ട് ഞങ്ങൾ കൂടെ നിൽക്കും. അത്തരമൊരു സാമൂഹ്യ അന്തരീക്ഷം നമ്മളവൾക്ക് കൊടുക്കണം. അപ്പോഴല്ലേ നമ്മൾ ഈ പറയുന്നൊരു പുരോഗമന സമൂഹമായി നമ്മൾ മാറുന്നുള്ളൂ. ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ? നാളെ അവളുടെ ജീവിതം കുട്ടിച്ചോറാവണം. അവരാഗ്രഹിക്കുന്നത് അത് മാത്രമാണ്. അല്ലാന്നൊക്കെ അവർ പറയുമായിരിക്കും, പക്ഷെ അവരാഗ്രഹിക്കുന്നത് അതാണ്. എന്നിട്ട് വേണം, ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ, നിന്നോട് ഞാൻ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലല്ലോ, ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് വരുത്തി തീർക്കാൻ, ഞാൻ ചിന്തിക്കുന്നത് ശരിയാണ്, എന്നോട് ചേരാത്ത കാര്യം ചെയ്തവർ തെറ്റാണ് എന്നൊക്കെ വിധിക്കാൻ വേണ്ടി അവൾ നശിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കമൻറ്റ് ബോക്സ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇത് സോഷ്യൽ മീഡിയയിലെ കാര്യം.
ഇനി വീടുകളിലെ കാര്യം കൂടി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സ്വന്തം ഇഷ്ടപ്രകാരം ഒരാളെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും വീട്ടുകാരുടെ സമ്മതമില്ലാതെ ഇരിക്കുകയും ചെയ്യുന്ന സമയത്ത് വീട്ടുകാരെ ധിക്കരിച്ച് ഇഷ്ടമുള്ള ആളോടൊപ്പം ജീവിക്കാൻ തീരുമാനിക്കുന്ന പെൺകുട്ടികളുണ്ട്. അവരങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ച് വീട് വിട്ടിറങ്ങുന്ന സമയത്ത് ബന്ധുക്കളുടെ വക, അതുപോലെ ചില പ്രത്യേകതരം അഭ്യുദയാംക്ഷികളായിട്ടുള്ള നാട്ടുകാരുടെ വക ഒരു വിസിറ്റ് വീടുകളിലേക്ക് ഉണ്ടാവാറുണ്ട്. അവളെ ഇനി ഈ വീട്ടിൽ കയറ്റരുത്, നമ്മുടെ കുടുംബത്തിൻ്റെ മാനം തകർത്ത് ചേട്ടായി, അത് പറ്റൂല, നിങ്ങൾ എന്ത് നല്ല കുടുംബക്കാരായിരുന്നു, ആ ഒരു ഒറ്റൊരുത്തി കാരണം നിങ്ങളുടെ ജീവിതം തകർന്നു പോയില്ലേ, അവൾ പോയി നശിക്കട്ടെ, അവളെ ഇനി ഈ വീടിൻ്റെ പടി ചവിട്ടാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞ് അന്ന് തന്നെ വേണമെങ്കിൽ ബലിയിടൽ വരെ നടത്തിയിട്ട് ഇവർ വീട്ടിൽ നിന്ന് പോകും. പക്ഷേ ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്, ഒന്ന് ആ കുടുംബത്തോട് അവരത്രയും നാൾ ഓമനിച്ച് വളർത്തിയിട്ടുള്ള, ഓമനിക്കാതെയാണെങ്കിലും അവർ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ള ഒരു കുടുംബം എന്ന രീതിയിൽ നല്ല രീതിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ കുടുംബത്തിൽ നിന്ന് ആ പെൺകുട്ടിയെ, അവർക്ക് വിഷമം ഉണ്ടാവും, അവൾ എൻ്റെ വാക്ക് കേട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ അവൾക്ക് കുറച്ചും കൂടി ബെറ്റർ ഒരു ലൈഫ് കൊണ്ട് കൊടുക്കുമല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നിടത്ത് അവൾ നിങ്ങളെ കളഞ്ഞിട്ട് പോയവളാണ് എന്ന് പറയുന്നൊരു ഇമേജ് ഉണ്ടാക്കുമ്പോൾ ഇവിടുത്തെ ഈ പെയിൻ വളരെയധികം കൂട്ടുകയാണ്. മാത്രമല്ല ആ പോയ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരിക്കൽ തൻ്റെ ഡിസിഷൻ തെറ്റാണെന്ന് തോന്നുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കുകയും അവൾ തിരഞ്ഞെടുത്തിട്ടുള്ള ജീവിതത്തിൽ അതൊരു മോശം ജീവിതമാണെങ്കിൽ അവിടെ തന്നെ കടിച്ചു തൂങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് അവളെയും, അങ്ങനെ ഈ രണ്ടുപേരെയും, വീട്ടുകാരെയും ആ പെൺകുട്ടിയെയും എന്നേക്കുമായി ഒരു ദുരന്തത്തിലേക്ക് തള്ളിയിടുക എന്നുള്ളതാണ് ഈ വന്നു കയറി ഡയലോഗ് അടിക്കുന്ന ആളുകളെല്ലാം ചെയ്യുന്നത്. ഇത്തരമൊരു ഘട്ടം ഉണ്ടാകുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് കാണുമ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് വിഷമമുണ്ട്. അവൾ ഇപ്പോൾ ഒരു തീരുമാനം എടുത്ത് പോയി, അതിൻ്റെ ഒരു പിണക്കവും ദേഷ്യവും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ സങ്കടമൊക്കെ ഒന്ന് ആറിത്തണുക്കുന്ന സമയത്ത് അവളെ വിളിച്ച്, മോളെ നീ ഈ തീരുമാനം എടുത്തതിൽ എനിക്ക് വിയോജിപ്പുണ്ട്, നല്ല ദേഷ്യമുണ്ട്, ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മാറാതിരിക്കാം, പക്ഷേ നീ സേഫായിട്ടിരിക്കാൻ നോക്കണം. സ്നേഹമുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നീ സേഫായിരിക്കാൻ നോക്കണം. നാളെ നിനക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിനക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാനുള്ളൊരു സ്പേസ് ഈ വീട്ടിലുണ്ട് എന്ന് പറയുന്ന ഒരു സേഫ്റ്റി ഉണ്ടല്ലോ, അതല്ലേ കുടുംബം. ഒരാൾക്ക് ഏത് സിറ്റുവേഷനിലും തിരിച്ചു വരാം, എനിക്ക് സേഫായിട്ടുള്ള, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന തോന്നലൊരു വ്യക്തിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്ത കുടുംബം, അതൊരു കുടുംബമായി എക്സിസ്റ്റ് ചെയ്യുന്നതിൽ എന്ത് മീനിങ് ആണുള്ളത്? അങ്ങനെ തിരിച്ചു വരുന്ന ഒരാൾക്ക് അവരുടെ അവസാനത്തെ അത്താണിയായിട്ടുള്ള കുടുംബത്തിൽ നിന്ന് പോലും അവരെ പിരിച്ച് മാറ്റിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സമൂഹത്തിന് എന്ത് പുരോഗമന ആശയമാണുള്ളത്? ഇവിടെ ഈ കമൻറ്റ് ബോക്സിലുള്ള ആളുകളും ഒരു പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള പോസ്റ്റുകളിലൂടെ കടന്നു പോകുമ്പോഴും എല്ലാവരും ആ പെൺകുട്ടിയുടെ നിലവിലെ ജീവിതം, അവളുടെ പ്രസൻറ്റ് ആൻഡ് അവളുടെ ഫ്യൂച്ചർ, ഇത് രണ്ടും ഏറ്റവും മോശമാക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രസൻറ്റ് നിങ്ങൾ അവളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ഉണ്ടാവേണ്ട 2 ദിവസം തൊലച്ചു കൊടുത്തിട്ടുണ്ട്. അവൾ അതിൽ നിന്ന് കരകയറട്ടെ, അവൾക്ക് സമാധാനം കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പക്ഷേ അവളുടെ ഫ്യൂച്ചറിൽ എടുക്കുന്ന തീരുമാനങ്ങളും കൂടി അവൾ കൺഫ്യൂസ്ഡ് ആവുന്ന തരത്തിൽ അവളെ മാനിപ്പുലേറ്റ് ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിക്കല്ലേ എന്നാണ് പറയാൻ തോന്നുന്നത്. അവളൊരു സ്റ്റുഡൻ്റാണ്, അവൾ ഇനിയും പഠിക്കണമെന്ന് പറയുന്നു, അവൾ കോളേജിൽ പോകണം, കൂട്ടുകാരെ കാണണം, അവളുടെ ലെക്ചേഴ്സിനെ കാണണം, അവൾ ജീവിതത്തിൽ മുന്നോട്ട് പോകണം, ഒരു ജോലി കിട്ടണം, എന്തൊക്കെ ചെയ്യാനുണ്ട്, എത്രയോ വലിയൊരു ജീവിതം അവളുടെ മുന്നിൽ നിൽക്കുന്നത്. അത് മുഴുവൻ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ സോഷ്യൽ മീഡിയ ആക്രമണങ്ങളിലൂടെ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ പുരോഗമന ആശയമൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ ആക്രമിക്കുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത്, ഒരു സെൽഫി എടുക്കാൻ പറയുമ്പോൾ ഇതിങ്ങനെ സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന ആളുകളെ നമ്മൾ വസന്തങ്ങൾ എന്ന് വിളിക്കും. ഈ ആംഗിളിൽ നിന്ന് ഇത് ഇങ്ങോട്ട് മാറ്റി എന്നുള്ളതല്ലാതെ ഈ പറയുന്ന കമൻറ്റ് ബോക്സിൽ കിടന്ന് ഞങ്ങൾ പുരോഗമനവാദികളാണ് പക്ഷേ നീ മുടിഞ്ഞു പോകൂടി എന്ന് പറയുന്ന ആൾക്കാരിൽ എനിക്ക് ഒരു വ്യത്യാസവും കാണാൻ പറ്റുന്നില്ല. ഇപ്പോഴും കമൻറ്റ് ബോക്സിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിലും റിയൽ ലൈഫ് അല്ലല്ലേ റിയൽ ലൈഫ്, ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെയൊന്നും അല്ല ജീവിതം എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. എടോ നിങ്ങൾക്കൊന്നും വിവരമില്ല, എടോ കുറച്ച് കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ തന്നെ അറിഞ്ഞൂടെ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് യാഥാർത്ഥ്യമല്ല, അതിപ്പോഴും യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന, സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ആളുകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞ് അവരെ ജഡ്ജ് ചെയ്യുന്ന ഈ വിവരക്കേടിനെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുക? ഞാൻ ഈ പുരോഗമനത്തിൻ്റെ അപ്പോസ്തലനാണെന്നൊന്നും പറയുന്നില്ല. നമ്മളും മാറിക്കൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ലേണിങ്ങും അൺലേണിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിലവിലുള്ള എൻ്റെ ബോധ്യത്തിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, ഒരു സൊസൈറ്റി എന്ന നിലയിൽ ഒരു വ്യക്തിക്ക് തൻ്റേതായ തീരുമാനങ്ങൾ എടുക്കാൻ സുരക്ഷിതമായൊരു ഇടം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അതായത് നീ എടുക്കുന്നൊരു തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് ഞങ്ങൾ വിധിക്കില്ല, അതിന് പ്രജുഡിസ്റ്റിക്കായി ജഡ്ജ്മെൻ്റലായി നോക്കി കാണില്ല. നിനക്കിനി ആ തീരുമാനം മാറ്റണമെന്ന് തോന്നിയാലും ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല. ഇന്ന് ശരിയാണെന്ന് തോന്നുന്നൊരു കാര്യം നാളെ തെറ്റാണെന്ന് തോന്നിയാൽ അതിൽ ലജ്ജിക്കാനോ പേടിക്കാനോ ഒന്നുമില്ല. നീ എടുത്ത തീരുമാനത്തിനേക്കാൾ നീ എന്ന വ്യക്തിയുടെ ഏറ്റവും സുരക്ഷിതമായ എക്സിസ്റ്റൻസിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിനക്കത് തെറ്റായി തോന്നിയാൽ നീ ഇവിടെ അപമാനിക്കപ്പെടില്ല, പരിഹസിക്കപ്പെടില്ല. ഞാൻ അന്നേ പറഞ്ഞില്ലേ, നീ അത് കേട്ടില്ലല്ലോ, എനിക്ക് അന്നേ അറിയായിരുന്നു, ഇപ്പം എങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞ് നിന്നെ കുറ്റപ്പെടുത്താത്ത കുറച്ച് മനുഷ്യർ ഇപ്പോഴും ഇവിടെ അവശേഷിക്കുന്നുണ്ട്. സ്വന്തമായി എടുത്ത തീരുമാനം അതെപ്പോഴെങ്കിലും തെറ്റായി തോന്നിയാൽ
അത് പ്രകടിപ്പിക്കാനുള്ള മനുഷ്യാവകാശം, അത് തുറന്നു പറയാനുള്ള സുരക്ഷ, അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ സുരക്ഷ നിഷേധിക്കപ്പെടുന്നതാണ് സാമൂഹിക അനീതി. ഒരാളെ നിർബന്ധിച്ച് ഒരു തീരുമാനത്തിലേക്ക് തള്ളിവിടുന്നതോ സ്വന്തമായി എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്മാറി വരാൻ അനുവദിക്കാതിരിക്കുന്നതോ അത് പുരോഗമനമല്ല, ക്രൂരതയാണ്. ആ തിരിച്ചറിവോടുകൂടി ദേവപ്രിയയ്ക്ക് അവളുടെ പഠനം സക്സസ്ഫുള്ളായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ. കരിയറിലാണെങ്കിലും അവളുടെ മുന്നോട്ടുള്ള ജീവിതത്തിലാണെങ്കിലും അവൾക്ക് ശരിയെന്ന് തോന്നുന്ന തീരുമാനങ്ങൾ എടുക്കാനും ജീവിതത്തിൽ ഒരുപാട് മുന്നേറാനും സാധിക്കട്ടെ. വിഷിംഗ് ഹെർ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോയെക്കുറിച്ച് നമ്മൾ ഈ സംസാരിച്ച കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ ക്രിയാത്മകമായ സജഷൻസ് തീർച്ചയായും നമ്മൾ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലാതെ ദേവപ്രിയയെ ആക്രമിക്കുന്നതോ നമ്മളെ ഒരു ഏതെങ്കിലും ഒരു വ്യക്തിയെ ആക്രമിക്കുന്ന കമൻറ്റുകളുമായി കമൻറ്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കമൻറ്റ് ആദ്യം ഡിലീറ്റ് ചെയ്യും, പിന്നെയും തുടർന്ന് കഴിഞ്ഞാൽ ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്യും എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, ഹൈപ്പ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.